ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ പേജ് നമ്പർ 7 എക്സാമ്പിൾ 3 ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വലുതായിട്ട് ഞാൻ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഷോർട്ടായിട്ട് എഴുതിയിരിക്കുകയാണ്. എ ഷോപ്പ് കീപ്പർ ഏൺസ് പ്രോഫിറ്റ് ₹1 by selling 1 pen and incurs a loss of 40 paise per pencil while selling pencil. ഒരു പെൻ വിറ്റാൽ 1 rupee പ്രോഫിറ്റും കിട്ടും, പെൻസിൽ വിറ്റാൽ 40 പൈസ ലോസുമാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം പർട്ടിക്കുലർ മന്തില് ആ ഷോപ്പ് കീപ്പറിന് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ, അതായത് ആ മാസത്തെ കണക്കെടുത്ത് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ലാഭമില്ല. എന്ത് മാത്രമേ ഉള്ളൂ? നഷ്ടമേ ഉള്ളൂ, അല്ലെങ്കിൽ ലോസേ ഉള്ളൂ. അത് ₹5 ആണ് വന്നിരിക്കുന്നത്. അന്നേരം ആ മന്തില് 45 പെൻസ് വിറ്റിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പെൻസ് വിറ്റാൽ എന്താ ഉണ്ടാകുന്നത്? പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പം പക്ഷെ അന്ന് ആ മാസം നമ്മൾ എന്തോ വിറ്റിട്ടുണ്ടായിരിക്കും, പെൻസിലും വിറ്റിട്ടുണ്ടായിരിക്കും. പെൻസിൽ വിറ്റപ്പോൾ ലോസും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എത്ര പെൻസിൽ വിറ്റു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ ഇപ്പം ഒരു പർട്ടിക്കുലർ മന്തില് ആ മന്തിലെ ലോസും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ മാസം എന്ത് കിട്ടിയെന്ന് നോക്കുന്നത്. ആ മാസത്തെ ലോസും പ്രോഫിറ്റും കൂടെ, അങ്ങനെയല്ലേ കടക്കാരൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്. ആ മാസം എത്ര ലോസ് വന്നു, അല്ലെങ്കിൽ ആ മാസം എത്ര പ്രോഫിറ്റ് വന്നു, അത് രണ്ടുകൂടെ ആഡ് ചെയ്തിട്ടാണ് ആ മാസം അവസാനം ഈ മാസം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ആ മാസം അവർക്ക് ലോസ് ആണ് വന്നിരിക്കുന്നത്. ടോട്ടലായിട്ട് വന്നിരിക്കുന്നത് ലോസ് ആണ്. അപ്പം എത്ര രൂപ ലോസ് വന്നെന്ന് നമുക്കറിയില്ല, പക്ഷെ പ്രോഫിറ്റ് വന്നതറിയാം. കാരണം എത്ര പേന വിറ്റിട്ടുണ്ട്, എത്ര പെൻ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രോഫിറ്റ്, ആ മാസത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. പ്രോഫിറ്റ് കാണണമെങ്കിൽ പെൻ വേണം. 45 ഇൻറ്റു ഒരു പെന്നിന് 1 rupee വെച്ച് 45 rupees പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ലോസ് അറിയില്ല, അത് ലോസ് കണ്ടുപിടിക്കാൻ പോവാണ്. ടോട്ടൽ ലോസും അറിയാം. ടോട്ടൽ ലോസ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 rupees എന്നാണ് തന്നിട്ടുള്ളത്. ലോസ് ആയതുകൊണ്ട് നമ്മളത് -5 rupees എന്നാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാൻ പോവാണ്. ഈ ആദ്യം എഴുതിനകത്തോട്ട് കൊടുക്കാൻ പോവാം. ലോസ് അറിയില്ല. ലോസ് പ്ലസ് പ്രോഫിറ്റ് എത്രയുണ്ട്? 45 is equal to ടോട്ടൽ ലോസ് എത്രയുണ്ട്? -5. ഇനി ഇതിന്ന് ലോസ് ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി, കാരണം ലോസ് കണ്ടാലേ എത്ര പെൻസിൽ വിറ്റെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം -5 ഇവിടെ കിടപ്പുണ്ട്, +45 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -45 ആകും. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് -9. അപ്പം എത്രയാണ് ലോസ്? എത്രയാണ് വന്നിരിക്കുന്നത്? -50 rupees ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ ലോസ് ഉണ്ടാകുന്നത് ആർക്കാണ്? പെൻസിലിനാണ്. പെൻസില് പൈസയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ 50 റുപ്പിയെ പൈസയിലേക്ക് മാറ്റാൻ പോവാണ്. പൈസയിലേക്ക് കൊണ്ടുപോകാൻ, റുപ്പീസിനെ പൈസയാക്കാൻ എന്നാ ചെയ്താൽ മതി? ഇൻറ്റു 100. റുപ്പിയും പൈസയും തമ്മിലുള്ള റിലേഷൻ 100 ആണ്. അതായത് 1 rupee is equal to 100 പൈസ എന്നാണ്. അപ്പൊ പൈസയിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു ചെയ്യണം, റുപ്പിയിലേക്ക് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ്. ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ എത്ര കിട്ടും? 5000. എത്ര? -5,000. -5,000 റുപ്പിയല്ല, സോറി, പൈസയാണ്. മൈനസ് എന്ന് കാണിക്കുന്നത് എന്തിനെയാണ്? ലോസ് ആണ് കാണിക്കുന്നതാണ്. അപ്പൊ -5,000 പൈസന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? അത് ആ മാസം ഉണ്ടായ ലോസ് ആണ്. അപ്പം എങ്ങനെ ലോസ് ഉണ്ടായത്? പെൻസിൽ സെല് ചെയ്തപ്പോ. അപ്പം നമ്പർ ഓഫ് പെൻസിൽ കാണാൻ എന്നാ ചെയ്താൽ മതി? നമ്പർ ഓഫ് പെൻസിൽ കാണാന് അന്നേരം ഉണ്ടായ ലോസിനെ -50,000നെ എന്നാ ചെയ്താൽ മതി? ഒരു പെൻസിലിന്റെ ലോസ് എത്രയാണ്? -40 അല്ലേ ലോസ്? 40 പൈസയാണ്. അതുകൊണ്ട് ലോസ് ആയിട്ട് -40 എന്ന് എഴുതി. നമുക്ക് -5,000നെ -40 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് 0 അല്ല, മൈനസും ക്യാൻസൽ ആകും. 0 0. 500നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 4 125. അപ്പൊ എത്രയാണ് നമ്പർ ഓഫ് പെൻസിൽ? അപ്പൊ എത്ര പെൻസിൽ സോൾവ് ചെയ്തിട്ടുണ്ട്? ആ മാസം 125 പെൻസിലാണ് അവര് സെല്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡില് നോ പ്രോഫിറ്റ് നോ ലോസ്. ആ മാസം ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പൊ നമുക്കറിയാം ലോസും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ മാസത്തെ ടോട്ടൽ ലോസ് ആണെങ്കിൽ, അല്ലെ ടോട്ടൽ
പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ ആ മാസത്തെ ലോസും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്നാ കൊടുത്തു? 0. ഒന്നുമില്ല, 0 എന്ന് കൊടുത്തു. അപ്പം അതിൻ്റെ അർത്ഥം എന്നാണ്? ലോസ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റിന് തുല്യമാണ്. അന്ന് കിട്ടിയ ലാഭം, അതായത് 5 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 രൂപ നഷ്ടവും, അതുകൊണ്ടാണ് 0 വന്നത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ടുണ്ട് പെൻ. അപ്പൊ നമുക്ക് പെൻ സോൾവ് ചെയ്തതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലേ? ആ മാസത്തെ പ്രോഫിറ്റ് എത്രയാണ്? എത്ര പെൻ വിറ്റിട്ടുണ്ട്? 70 × 1. അപ്പൊ എത്ര റുപ്പീസ് ആണ്? ₹70. അപ്പൊ പ്രോഫിറ്റ് എത്ര രൂപ കിട്ടി? -70. അപ്പൊ ലോസും എത്ര തന്നെയായിരിക്കും? ഈക്വൽ അല്ലേ അവർ തമ്മില്? അപ്പൊ അതും ₹70 ആണ്. മുമ്പത്തെ പോലെ നമുക്ക് ലോസ് ആയിട്ട് പെൻസിലാ വരുന്നത്, അത് പൈസ കിടക്കുന്നത് കൊണ്ട് അതിനെ കൂടെ നമുക്ക് പൈസയിലാക്കാം. അപ്പം -70 ആണ്. -70 എഴുതണം. ലോസ് ആയതുകൊണ്ട് × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഞാൻ പൈസയിലേക്ക് മാറ്റുന്ന -7000 പൈസ എന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് പെൻസിൽ കാണാൻ എന്നാ ചെയ്താൽ മതി? നമ്പർ ഓഫ് പെൻസിൽ കാണാൻ ഈ ലോസ് വന്നിരിക്കുന്ന പൈസേനെ ഡിവൈഡഡ് ബൈ പെൻസിലിന്റെ ലോസ് എത്രയാണ് വരുന്നത്? 40. അതാണ് -40 കൊടുത്തിരിക്കുന്നത്. മുമ്പത്തെ പോലെ ഒന്ന് എഴുതി നോക്കാം. -7000 ഡിവൈഡ് ബൈ -40. മൈനസും മൈനസും ക്യാൻസൽ ആകും, 0 ക്യാൻസൽ ആയി. 700 ഡിവൈഡഡ് ബൈ 4 ഒന്ന് ചെയ്ത് 4 28 അപ്പൊ എത്രയാണ്? 175. അപ്പൊ എത്ര പെൻസിൽ വിറ്റിട്ടുണ്ട് ആ മാസം? 175 പെൻസില് വിറ്റിട്ടുണ്ട്. മനസ്സിലായില്ലേ മക്കളെ? അപ്പം ഇപ്പൊ ഇവിടെ രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്തത്. അതായത് ലോസും ഒരു മന്തിലെ പ്രോഫിറ്റും ലോസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ മാസത്തെ അവസാനം എന്താ കിട്ടിയിരിക്കുന്നത്, ലോസ് ആണോ പ്രോഫിറ്റ് ആണോ കിട്ടിയിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് രണ്ടും. ഇപ്പൊ അവസാനത്തെ കേസിൽ നോ പ്രോഫിറ്റ് നോ ലോസ്, അതിന്റെ അർത്ഥം എന്താണ്? അല്ല, അവർക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റും ഈക്വൽ ആണ്, കിട്ടിയ ലോസും ഈക്വൽ ആണ്. അപ്പൊ അത് ഈക്വൽ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പ്രോബ്ലം ഒന്ന് കണ്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒറ്റയടിക്കുന്നത് നിങ്ങൾ തന്നെ ചെയ്യില്ല, എനിക്കറിയാം. 2-3 പ്രാവശ്യം ഇച്ചിരി പാടാണ്. അതുകൊണ്ട് 2 പ്രാവശ്യം ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും തെറ്റുമ്പോൾ പിന്നെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരി ഒന്ന് സമയം കൊടുക്കണം കേട്ടോ. എന്നാലേ ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ഈ വേർഡ് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, നമ്മളിങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് ഇനി എക്സാമ്പിൾസ് കൂടെ ഞാൻ വേറെ തരാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് പഠിക്കും. ഇതെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം. ഓക്കെ മക്കളെ, വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യണേ. താങ്ക് യു.